ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഒരു ആരോഗ്യത്തെ കുറിച്ച് ഒരു ചെറിയ ടോപ്പിക്കാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടം നമ്മൾ പ്രതീക്ഷിച്ച് നോക്കി കഴിഞ്ഞാല് നമ്മൾ ഏത് മേഖലയുടെ യാത്ര ചെയ്ത് കഴിഞ്ഞാലും ഒത്തിരി പോഷ് വീടുകൾ കാണാം, കൊട്ടാരം കണക്കെയുള്ള വീടുകൾ. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ഒത്തിരി എന്താണ് നല്ല നല്ല വണ്ടികൾ, ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ സെക്യൂർ ആവാൻ പറ്റിയ അത്യാധുനിക എന്താ പറയാ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തേക്കണ ഒത്തിരി വണ്ടികൾ. നേരത്തിലൊക്കെ ഒത്തിരി കാശ് മുടക്കുന്ന കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഫോണുകളായിക്കോട്ടെ, ഐഫോണിന്റെ ലേറ്റസ്റ്റ് മോഡലായിരിക്കും ഒത്തിരി ആളുകളുടെ, ഈവൻ കൂലിപ്പണിക്കാരുടെ കയ്യിൽ വരാതായിരിക്കും. പക്ഷേ ഇവരെയൊക്കെ ഹെൽത്ത് വൈസ് നോക്കിയാൽ ഇവര് ₹1 ഹെൽത്തിന് വേണ്ടി മുടക്കിയെന്നും കാണാൻ പറ്റില്ല. ആകെ ചെയ്യേണ്ടത് നിന്നാ മെഡിക്ലെയിം പോളിസികൾ 5 ലക്ഷത്തിനെയും 10 ലക്ഷത്തിനെയും 15 ലക്ഷത്തിനെയും പോളിസികൾ എടുത്തിട്ട് മുമ്പിലേക്ക് വരെ ഞാൻ അടിപൊളിയാണ്, എന്നെ കഴിഞ്ഞിട്ട് ആളുള്ളൂ എന്നുള്ള കണ്ടീഷൻ. ഇനി മാത്രമല്ല, നടന്നു തോപ്പിക്കുന്നവര്, ജിമ്മിൽ പോണവര്, മസിൽ വീർപ്പിച്ച് നടക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. ഇതാണോ ആരോഗ്യം? ഇങ്ങനെയാണോ നമ്മുടെ ആരോഗ്യത്തെ പരിരക്ഷിക്കേണ്ടത്? നിങ്ങള് കൊട്ടാരം കണക്കൊരു വീട് ഇത്രയും പോഷത്തരത്തിൽ പണിതരുന്നു, അല്ലെങ്കിൽ സാരി, ഡ്രസ്സുകൾ, ഇത്തിരി കോസ്റ്റ്ലി ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കോസ്റ്റ്ലി ഐറ്റംസ് വാങ്ങിച്ചിരുന്ന ആ ഒരു സെൻസ് ഇതിനേക്കാൾ എത്രയോ പവർഫുള്ളാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിൽ എത്ര കോടിയുടെ വിലയുണ്ട്. കിഡ്നി ആയിക്കോട്ടെ, ഓരോന്നിടത്ത് തിരിച്ചിരിച്ച് വരെ എത്ര കാശ് കിട്ടും. അത്രയും പവർഫുൾ ആയിട്ട് നമുക്ക് ദൈവം ദാനമായി നൽകിയ നമ്മുടെ ഒരു ശരീരത്തെ അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്ന ചുമതല നമുക്കുണ്ട്. നമ്മുടെ തെറ്റായ ഭക്ഷണ രീതികളെ നമ്മൾ നശിപ്പിക്കുക. നമ്മുടെ ഭക്ഷണം നമ്മൾക്ക് ഈ നടന്നു തോപ്പിക്കാൻ നടക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാല് അവര് നടന്നു തോപ്പിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് എത്ര കാലറിയുടെ ചെയ്യാം, അതെല്ലാം ശരീരത്തിന് വേണ്ടതാണോ? ശരീരത്തിന് വേണ്ട വിറ്റാമിൻസും മിനറൽസും ഫൈബർ അടങ്ങുക അല്ലെങ്കിൽ സമീകൃത ആഹാരം കഴിക്കുന്നുണ്ടോ? അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇനി ഇതിനേക്കാൾ രസം എന്താ, ഇവര് ഒരു ഹോസ്പിറ്റലിൽ പോണ പരിപാടി ഉണ്ടാവില്ല. ആകെ പോണത് വീണ് കഴിയുമ്പോഴാ, വയ്യാണ്ടായി ആരെങ്കിലും എടുത്തുകൊണ്ടായാലും ഹോസ്പിറ്റലിൽ പോകും. മനസ്സിലായോ? ഇനി അത് മാത്രമല്ല, ഇതിനേക്കാൾ തമാശ എന്നാ, സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ എന്തെങ്കിലും ഒറ്റമൂലി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പറയാ എന്താ കാരണമുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ വന്നാൽ മാറണില്ല, ഇതെല്ലാം വന്ന മരണം വരെ നിൽക്കും. ശരിയല്ലേ ഏട്ടാ? ശരിയാണ്. എന്താ കേസ് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇത് മാറാത്ത കാരണം കൊണ്ട് ഏത് യൂട്യൂബിൽ കണ്ടാലും ഇതൊന്ന് പരീക്ഷിക്കാം, ഇന്ന് ഇഞ്ചിയും വെള്ളുള്ളിയും ചതച്ച് കഴിച്ചു കഴിഞ്ഞാൽ ദിവസവും വെളുപ്പിന് കഴിച്ചാൽ നല്ലതാന്ന് പറഞ്ഞാൽ ദിവസവും അത് കഴിക്കുകയാണ്. ചിലപ്പോ ഇതിന്റെ പുറകെയാ ഉച്ചയ്ക്ക് കഴിയണം, നട്ടപ്പുറ വെയിലത്ത് ഇച്ചിരി ഐസ് തലയിൽ വയ്ക്കാൻ പറഞ്ഞാൽ അതും വെക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഇതാണ് ഇന്നത്തെ ടെക്നോളജി. ഇന്നത്തെ മനുഷ്യന്റെ ആരോഗ്യം ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലായിരിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ആരോഗ്യമായിരിക്കണം. സ്വർണത്തെക്കാളും ബാക്കി എന്തിനേക്കാളും നിങ്ങൾ അടിപൊളിയായിട്ട് നടക്കണ ഒരു പോഷായ വീട്, അല്ലെങ്കിൽ അത്രയും വലിയ കാറുകൾ, അല്ലെങ്കിൽ അത്രയും വലിയ സുഖ സൗകര്യങ്ങളെക്കാളും വലുതായിരിക്കട്ടെ നിങ്ങളുടെ ആരോഗ്യം. നിങ്ങൾ മനസ്സിലാക്കാം. ഇനി വീണ്ടും ഞാൻ നിങ്ങളോട് കഥ പറയാം. ഗൾഫിലും യൂറോപ്യൻ കൺട്രീസിലും അല്ലെങ്കിൽ സ്വദേശത്തും വിദേശത്തുള്ള ഒത്തിരി മക്കളുള്ള ഈ മക്കളുടെയൊക്കെ പാരന്റ്സ് കൊട്ടാരം കണക്കൊരു വീട്ടില് ജീവിക്കുമ്പോൾ വിചാരിക്കേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൂട്ടിലടിച്ച തത്തയെ പോലെ അവര്. എന്തുണ്ട് അവർക്ക് സന്തോഷം? സ്വന്തം മക്കള് കൂടെയില്ലാത്തത്. ആരോഗ്യത്തെ പറ്റി നിങ്ങളുടെ ഒരു വരത്തൻ, ഒരു പുറത്തുനിന്ന് ഒരു വേലക്കാരി അവിടെ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ ആ വേലക്കാരിക്ക് ഈ പറഞ്ഞ നിങ്ങളുടെ സ്വന്തം അമ്മേനെയോ അപ്പേനെയോ നോക്കാനുള്ള എന്ത് കാലിബർ ഉണ്ടാവും, എത്ര വിദ്യാഭ്യാസം ഉണ്ടാവും. അവര് ചിലപ്പോൾ പ്രഷറിന്റെ ഗുളിക കൊടുക്കുന്നത് ഷുഗറിന്റെ ഗുളിക കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുളിക കൊടുക്കും. ഇതെല്ലാം കറക്റ്റ്. നിങ്ങൾ എത്രത്തോളം മോണിറ്റർ ചെയ്യും? നിങ്ങൾ കുറെ ക്യാമറ വെച്ച് ക്യാമറ സെറ്റ് ചെയ്ത് അപ്പനെയും അമ്മേനെയും നോക്കിക്കൊണ്ടിരിക്കുന്ന എന്ത് കാര്യം? നിങ്ങൾ കൂടെ നിർത്തണവര്, അല്ലെങ്കിൽ നിങ്ങൾ വന്ന് കൂടെ നിൽക്കണം. അതാണ് സന്തോഷം. ജീവിതം ഒന്നുള്ളൂ. സ്വന്തം അപ്പനും അമ്മേനെയും നിങ്ങളെ കൺകണ്ട ദൈവങ്ങളാ. കൺകണ്ട ദൈവങ്ങളെ കൂടെ ജീവിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. കാശിനേക്കാൾ വലുതാണ് ജീവിക്കുക എന്നുള്ളത്. ആ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും ആരോഗ്യം പരിരക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും വിചാരമുണ്ട് ഞാനാണ് മിടുക്കൻ. ആര് മിടുക്കൻ? നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുറിച്ചിട്ട് രണ്ടാമതൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് രണ്ടാമത് വായിച്ചു നോക്കാം, ഞാൻ മിടുക്കനാണോ ഒന്ന് പരിശോധിച്ചേ. ആരാണ് മിടുക്കനെന്നും കാശിലാണോ മികവിരിക്കുന്നത്? നിങ്ങളൊന്ന് കുറിച്ചിട്ടേ. നിങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ആർക്ക് പോകും? നിങ്ങൾ ഉണ്ടാക്കിയ സ്വത്തുവകകള് ആര് മാനേജ് ചെയ്യും? നിങ്ങൾ കുറിച്ചതിന്റെ കാര്യം നിങ്ങൾക്ക് ചേട്ടൻ ആലോചിച്ചേ. ചേട്ടൻ നമ്മൾ വലിയ പ്രൗഢ ഗംഭീരമായ ഒരു മനുഷ്യൻ, സ്വത്തും കാര്യം ഉണ്ടാക്കി. ഇപ്പൊ കടകൾ തന്നെ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ കടകൾ എടുക്കാം. ഒരു കടയിനെ അസസ് ചെയ്യാം. ആ കടയിലെ അവിടെ നിന്ന് വലിയ വരുമാനവും കാര്യം ഉണ്ടാക്കണം.
ഒരു മക്കള് പോലും ആ കടയിൽ തിരിഞ്ഞു നോക്കണ്ടാവില്ല. അവൻ നാളെ അവൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ കട അനാഥമായി. ആ കട അവിടുന്ന് ഡിസ്പോസ് ചെയ്യണം. എത്രയോ കടകൾ നിർത്തിപ്പോയേക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിൽ നിൽക്കണം, നമ്മുടെ ആ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പോലെ തന്നെ നമ്മുടെ മക്കളെയും നമ്മുടെ കൂടെ ഭാര്യയാണെങ്കിൽ ഭർത്താവിനും അവരെയും കൂടെ നിർത്തി ഡെവലപ്പ് ചെയ്യാനും ആരോഗ്യം പരീക്ഷിക്കാനും മരണം വരെ അടിപൊളിയായിട്ട് ജീവിക്കാനും ആരോഗ്യം ഉണ്ടാക്കാന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ മൂത്തം. നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ ആരോഗ്യം പരീക്ഷിക്കാൻ വേണ്ട എന്താ പറയാ കാര്യങ്ങൾ എന്താണെന്ന് ചെയ്ത് മുമ്പിലേക്ക് പോകാനുള്ള ഒരു ആശംസയും എനിക്ക് തരാനുള്ളത്. ഒരു റീതിങ്കിങ് ആയിക്കോട്ടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ കേട്ടോ? യാതൊരു തെറ്റുമില്ല. ജീവിതത്തിന്റെ ഏറ്റവും വലിയ രഹസ്യവും വിജയവും അവരവരുടെ ആരോഗ്യത്തിലാണ് അധിഷ്ഠിതമായിട്ടുള്ളത്. ഓക്കെ, സൂപ്പർ.